എന്റെ കർത്താവേ, ബഹളുണ്ടാക്കാതെ അനങ്ങാൻ നിക്കടി. നാട്ടുകാർ മുഴുവൻ അറിയിക്കില്ലേ നിന്നെ റൊക്കിച്ചേട്ടൻ ഒരു സുന്ദരിയാക്കും. തള്ളയുടെ വിചാരം എന്റെ പിണങ്ങി പോയ കെട്ടിയോള് വന്നു. നീ ഒന്നും ഉണ്ടാട്ടെ. അത് അന്നക്കുട്ടി മാറാനോ കൊമ്പ് വളർത്താ. കൊമ്പ് മാത്രല്ല 4 കാലും ഒരു വാലും മുളച്ചു. മര്യാദയ്ക്ക് അവിടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ ഞാൻ നിറം മാറ്റും. നീ പാടാ കാണുവാ. കുറച്ച് താമസിച്ചു പോയെങ്കിലും നല്ല ഐശ്വര്യമുള്ള ഒന്നിനെ തന്നെ കൊണ്ടുവന്നല്ലോ. അത് കേട്ടാ മതി. ഇവളെ ഈ നിലയ്ക്കൊന്ന് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ട പാടേ. തൊടലും പിടിക്കലും ഒക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് മതി. ഒന്ന് ഇണങ്ങിക്കോട്ടെ. നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണടി. വരാൻ ചേച്ചി. ഇതാരാ? ഇതെന്റെ ചെറിയ പെങ്ങളാ ദമയന്തി. കാരാട്ടുപറമ്പിലേക്ക് അവളെ കെട്ടിച്ചത്. എന്നാ ഞാൻ ഇവിടെ നിന്ന് കെട്ടട്ടെ. പശുവിന്റെ കാര്യ പറഞ്ഞത് പൊന്നെ. ഇയാൾ കൊണ്ടുവന്നതാണോ? നല്ല ചന്തമുള്ള പശു അല്ലേ? നല്ല ചന്തമുള്ള കൊമ്പ്, മുടി പിന്നിട്ടതുപോലത്തെ വാല്. ദമയന്തിമ്മയ്ക്ക് നോട്ടറിയാലോ. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ചേട്ടാ, ഇതുപോലൊരെണ്ണം എനിക്കും വേണം. അവിടെ പാലിന് വലിയ ബുദ്ധിമുട്ടാ. കണ്ടോടോ റോക്കി, കച്ചവടം ഒന്നുകൂടെ ഒത്തല്ലോ. റോക്കി, ഇതുമാതിരത്തെ ലക്ഷണമൊത്ത ഒന്ന് തന്നെ വേണം കേട്ടോ. ഇതുപോലത്തെ ലക്ഷണം ഒത്തോരണം വേണല്ലേ? ഞാനിവിടെ ഇല്ലേ? എന്താണാവോ ഇതില്? എന്താടാ? ആരുടെ കയ്യിൽ നിന്ന് പോയതാ? ഗ്ലൗസാ? മാമൻ ഇപ്പൊ വരാ. ആ കോട്ട്. ഞങ്ങളുടെ